ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സോയാബീൻ ക്യാരറ്റ് കറിയാണ്. അതിന് വേണ്ടിയിട്ട് സോയാബീൻ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കറി റെഡിയാക്കാനായിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സോയാബീൻ്റെ കൂടെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സോയാബീൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് വലുതായിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി, കടുകിട്ടു. ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കുറച്ച് ഗ്രേവി ആയി കിട്ടാനായിട്ട് സവാള തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ സോയാബീൻ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കൂ, നല്ല ടേസ്റ്റിയാണ്. സോയാബീൻ്റെ കൂടെ ക്യാരറ്റ് ഇടുകയാണെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. സോയാബീൻ എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണല്ലേ. അപ്പോൾ ഫ്രൈ ആയിട്ട് എടുക്കാം കേട്ടോ സോയാബീൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ്, സവാള അങ്ങനെയൊക്കെ ഇട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഇട്ടൊന്ന് നമുക്ക് റെഡിയാക്കി നോക്കാം. അപ്പോൾ സവാളയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ തണ്ട് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോയാബീനൊക്കെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അധികം ടൈമൊന്നും അതിന് വേണ്ടി വരില്ല. കറി വയ്ക്കുന്നതിനും കുറച്ച് മുന്നേ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുത്ത് കുതിർത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സോയാക്കറി ഉണ്ടാക്കാം. അപ്പോൾ സവാള മൂത്ത് വന്നപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ ക്യാരറ്റ് ഇട്ട് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കാം കേട്ടോ. കാരണം ക്യാരറ്റ് കുറച്ച് വേവുണ്ട്. അപ്പോൾ ചെറുതായിട്ട് അരിയാൻ ശ്രമിക്കണേ. സവാളയുടെ ഒപ്പം നമുക്ക് ക്യാരറ്റ് കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് വെന്തതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് ക്യാരറ്റ് വെന്ത് കിട്ടാനായിട്ട്. ക്യാരറ്റ് വേണമെങ്കിൽ നമുക്ക് വേവിച്ചും ഇട്ട് കൊടുക്കാം. പക്ഷേ ഈ ഒരു ടേസ്റ്റ് അങ്ങനെ കിട്ടില്ല. അപ്പോൾ സവാളയുടെ കൂടെ കിടന്ന് ക്യാരറ്റ് വേവുമ്പോൾ കറിക്ക് ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഒരുവിധം ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് ഗരം മസാല കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഇനി ഒരു പിഞ്ച് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ മസാലകളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ സോയാബീൻ ഇട്ട് കൊടുക്കാം. സോയാബീനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് സോയാബീൻ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ മിക്സിയിലേക്ക് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് വെറൈറ്റി ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. സോയാബീൻ ഓൾറെഡി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മസാലകളെല്ലാം എല്ലാവിടെയും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് നമുക്ക് ഫ്ലെയിം ഓണാക്കി വെച്ചാൽ മതി, നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണാത്തവർ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് ലൈക്കും കമൻറ്റും സപ്പോർട്ടും ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല പുതിയൊരു റെസിപ്പിയുമായിട്ട് വരാം. അപ്പോൾ രാവിലെ നല്ല മഴയാട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ.